മലയോര രാഷ്ട്രീയവും കുടിയേറ്റ കർഷകരുടെ നിലപാടുകളും വിധി നിശ്ചയിക്കുന്ന കണ്ണൂരിലെ കരുത്തുറ്റ മണ്ഡലം 1977 രൂപീകൃതമായതു മുതൽ പേരാവൂർ കൂടുതൽ തവണയും നിന്നത് വലതിനൊപ്പമാണ്. ഇരിട്ടി മുനിസിപ്പാലിറ്റിയും ആറളം, അയ്യൻകുന്ന്, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ, മുഴക്കുന്ന്, പായം, പേരാവൂർ പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് പേരാവൂർ നിയോജക മണ്ഡലം. 1977 മുതൽ 1991 വരെ കോൺഗ്രസിന്റെ KP നൂറുദ്ദീനായിരുന്നു പേരാവൂരുകാരുടെ MLA. 1996 കോൺഗ്രസ് എസിന്റെ KT കുഞ്ഞഹമ്മദിലൂടെയാണ് LDF മണ്ഡലം ആദ്യമായി സ്വന്തമാക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത ടേമിൽ 2001 AD മുസ്തഫയിലൂടെ വീണ്ടും മണ്ഡലം കോൺഗ്രസിന്റെ കൈകളിലെത്തി. 2006 കോൺഗ്രസിനെ അട്ടിമറിച്ച് പേരാവൂർ KK ശൈലജ പിടിച്ചടക്കിയത്. 9099 വോട്ടുകൾക്കാണ് AD മുസ്തഫയെ ശൈലജ പരാജയപ്പെടുത്തിയത്. മണ്ഡലം രൂപീകൃതമായതിനു ശേഷം LDF നേടിയ ഏറ്റവും വലിയ വിജയവും ഇതായിരുന്നു. പിന്നീട് 2011 സിറ്റിംഗ് MLA ആയിരുന്ന KK ശൈലജയെ തറപറ്റിച്ച് സണ്ണി ജോസഫ് പേരാവൂരിൽ വിജയയാത്ര ആരംഭിച്ചു. നിയമസഭയിലേക്ക് 5 തവണ മത്സരിച്ച ശൈലജ ഒരൊറ്റ തവണ മാത്രമാണ് തോൽക്കുന്നത്. ഇടത് തരംഗം ആഞ്ഞടിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും സണ്ണി ജോസഫിനെ കൈവിടാൻ പേരാവൂർ തയ്യാറായിരുന്നില്ല. 15 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വീണ്ടും മത്സരത്തിനെത്തുമ്പോൾ സണ്ണി ജോസഫ് നിലവിൽ KPCC പ്രസിഡന്റും KK ശൈലജ ഒന്നാം പിണറായി സർക്കാരിൽ മികച്ച മന്ത്രിയായി പ്രവർത്തിച്ച വലിയ ജനസമിതിയുള്ള CPIMന്റെ കരുത്തുറ്റ മുഖങ്ങളിലൊരാളുമാണ്. കേരള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ KK ശൈലജ നേടിയത്. 60,963 വോട്ടുകളാണ് അന്ന് ശൈലജയ്ക്ക് ലഭിച്ചത്. ആ ഉറപ്പാണ് ഒരിക്കൽ കൈവിട്ട മണ്ഡലത്തെ ശൈലജയിലൂടെ തന്നെ തിരിച്ചു പിടിക്കാമെന്നുള്ള CPIMന്റെ കണക്കുകൂട്ടലിന് പിന്നിൽ. ഉറച്ച പാർട്ടി വോട്ടുകൾക്കൊപ്പം ശൈലജയുടെ വ്യക്തിപ്രഭാവവും പേരാവൂരിൽ വോട്ടാകുമെന്ന് തന്നെയാണ് CPIM കരുതുന്നത്. കൂടാതെ 2021 തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫിന് വിജയിക്കാനായെങ്കിലും വോട്ടിൽ 1.7% ഇടിവുണ്ടായിരുന്നു എന്നതും അന്നത്തെ ഇടത് സ്ഥാനാർത്ഥി സക്കീർ ഹുസൈൻ 2.5% വോട്ട് ഉയർത്തിയതും CPIMന് പ്രതീക്ഷയേകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 15 വർഷത്തിനിപ്പുറം എന്ത് വില കൊടുത്തും പേരാവൂർ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പാർട്ടിയുടെ കരുത്തുറ്റ മുഖങ്ങളിലൊരാളായ ശൈലജയെ CPIM കളത്തിലിറക്കിയതും. ഇതേ ലക്ഷ്യം മുൻനിർത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM വടകരയിൽ ശൈലജയെ നിർത്തിയെങ്കിലും പരാജയമായിരുന്നു ഫലം. കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിവാദങ്ങളിൽ അടിതെറ്റിയ ശൈലജയ്ക്ക് ഷാഫി പറമ്പിലിന് മുന്നിൽ തോൽവി വഴങ്ങേണ്ടി വന്നു. ഇതേ പ്രചാരണങ്ങൾ പേരാവൂരിലും ശൈലജയ്ക്കെതിരെ UDF ആയുധമാക്കുന്നുണ്ട്. ഇടതുവിരുദ്ധ തരംഗം മണ്ഡലത്തിൽ ആഞ്ഞടിക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ഇതിന് തെളിവാണെന്നുമാണ് UDFന്റെ വാദം. എന്നാൽ വടകരയല്ല പേരാവൂർ എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ആശ്വാസം. മുമ്പും പേരാവൂരും ജനങ്ങളും LDFനൊപ്പം നിന്നതാണ്. 2021 കഷ്ടി വിജയം നേടിയ സണ്ണി ജോസഫ് ഇക്കുറി ശൈലജയോട് പരാജയപ്പെടുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. 1.5 പതിറ്റാണ്ടിനിപ്പുറം സണ്ണി ജോസഫും ശൈലജയും വീണ്ടും നേർക്കുനേർ വരുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാവുകയാണ് പേരാവൂർ.